Hi dear students, നമുക്കിനി ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. ഫ്രം ദി ഫോളോയിങ് ഫൈൻഡ് ഔട്ട് PV ratio, break even point, net profit if the sales are rupees 2,50,000, margin of safety at a sales of rupees 2,50,000, position of A and company for the year ended 31st December 2016. ഇത്രയാണ് തന്നിട്ടുള്ളത്. പൊസിഷൻ തന്നിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് സെയിൽസ് 2 lakh, മാർജിനൽ കോസ്റ്റ് അതായത് വേരിയബിൾ കോസ്റ്റ് 1,60,000, സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്ത കോൺട്രിബ്യൂഷൻ 40,000, 40,000 നിന്ന് ഫിക്സഡ് കോസ്റ്റ് 20,000 മൈനസ് ചെയ്തപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 20,000 കിട്ടിയിട്ടുണ്ട്. അവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഈ ഇൻഫർമേഷൻ വെച്ച് നമുക്ക് മുകളിൽ തന്നിട്ടുള്ള A മുതൽ D വരെയുള്ള കാര്യങ്ങൾ കണ്ടെത്തണം. അപ്പോൾ ഫസ്റ്റ് വൺ PV റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇവിടെ 1/5 അങ്ങനെ കണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇതിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 40,000, സെയിൽസ് 2 lakh ചെയ്താൽ 1/5 അല്ലെങ്കിൽ 20% നമുക്ക് കിട്ടും. രണ്ട് രീതിയിലും ചെയ്യാം കേട്ടോ. അത് നെക്സ്റ്റ് BEP, ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയണം ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം എന്നുള്ളത്. ഇത് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്താലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാനുള്ള ഒരു ഇക്വേഷൻ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കിയപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ ആണ്. PV റേഷ്യോ തന്നിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റ് നമുക്കറിയാം, അതുകൊണ്ട് ആ ഇക്വേഷൻ യൂസ് ചെയ്തു. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് 20,000, PV റേഷ്യോ 1/5 അല്ലെങ്കിൽ 20%, ആൻസർ 1 lakh കിട്ടും ബ്രേക്ക് ഈവൻ പോയിന്റ്. നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞത് നെറ്റ് പ്രോഫിറ്റ് അല്ലേ. 2,50,000 സെയിൽസ് ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എത്രയെന്നുള്ളതാണ് കണ്ടെത്താൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ചെയ്യാം അല്ലേ. അവിടെ നമുക്ക് കോൺട്രിബ്യൂഷൻ അപ്പോൾ കണ്ടെത്തണം. അപ്പോൾ 2,50,000 ആണെങ്കിൽ സെയിൽസ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 2 lakh ആണ് സെയിൽസ്. 2 lakh ആവുമ്പോഴത്തെ കോൺട്രിബ്യൂഷനാണ് അവിടെ 40,000 തന്നിട്ടുള്ളത്. ഇവിടെ നമ്മളോട് പറഞ്ഞുള്ളത് 2,50,000 സെയിൽസ് ആവുമ്പോൾ നെറ്റ് പ്രോഫിറ്റും കോൺട്രിബ്യൂഷനും നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ആദ്യം നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടെത്താം. 2,50,000 ആണെങ്കിൽ കോൺട്രിബ്യൂഷൻ കണ്ടെത്തണമെങ്കിൽ കോൺട്രിബ്യൂഷൻ ഇൻറ്റു PV റേഷ്യോ അല്ലേ. അപ്പോൾ അത് ചെയ്ത കോൺട്രിബ്യൂഷൻ നമുക്ക് 50,000 കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കണ്ടെത്താം. കോൺട്രിബ്യൂഷൻ നമുക്ക് 50,000 കിട്ടി. ഫിക്സഡ് കോസ്റ്റ് ഓൾറെഡി എപ്പോഴും എത്രയായിരിക്കും 20,000 ആയിരിക്കും. അപ്പോൾ 20,000 മൈനസ് ചെയ്ത് 30,000 നമുക്ക് പ്രോഫിറ്റ് കിട്ടി. നെക്സ്റ്റ് നോക്കി നോക്കൂ. മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടെത്താനാണ് പറഞ്ഞുള്ളത്. 2,50,000 സെയിൽസ് ആണെങ്കിൽ മാർജിൻ ഓഫ് സേഫ്റ്റി എത്രയെന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസ് അല്ലേ. രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഇതാണ്. ടോട്ടൽ സെയിൽസ് എത്രയാണ് 2,50,000 ആണ്. ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. എത്രയാണ് 1 lakh ആണ് അല്ലേ. ആ 1 lakh മൈനസ് ചെയ്താൽ ബാക്കി വരുന്നതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. വേറൊരു ഇക്വേഷൻ കൂടി വെച്ചിട്ട് കണ്ടോ. മാർജിൻ ഓഫ് സേഫ്റ്റി ചെയ്തിട്ടുണ്ട്. അവിടെ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ ഉണ്ടോ. പ്രോഫിറ്റ് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 30,000 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. 30,000 ഡിവൈഡഡ് ബൈ PV റേഷ്യോ 1/5 ചെയ്യുമ്പോൾ നമുക്ക് 1,50,000 മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The following are the budgeted data of a company. Sales 6 lakh, variable cost 3 lakh, fixed cost 1,80,000. Find out break-even point at the budgeted data. Second, assuming 20% increase in variable cost, and third, assuming 20% increase in fixed cost. ഇവിടെ സെയിൽസ്, വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് സാധാരണ ബ്രേക്ക് ഈവൻ പോയിന്റ് എത്രയെന്നുള്ളത് കണ്ടെത്തണം. പിന്നെ നമ്മൾ 20% വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്താൽ എത്രയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നും കണ്ടെത്തണം. അതേപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റ് 20% ഇൻക്രീസ് ചെയ്താൽ എത്രയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നുള്ളതാണ് അവിടെ നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വേണം നോക്കാം. ബ്രേക്ക് ഈവൻ പോയിന്റ് സാധാ പോലെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. തന്നിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത്രയാണ് ഫിക്സഡ് കോസ്റ്റ് 1,80,000, സെയിൽസ് 6 lakh, കോൺട്രിബ്യൂഷൻ 3 lakh.
അതായത് നമുക്ക് 3,60,000 ബ്രേക്ക് ഈവൻ പോയിന്റ് സാധാരണ കേസിൽ ബഡ്ജറ്റ് ഡാറ്റയായിട്ട് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 3,60,000 ആണ്. ഇനി രണ്ടും ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും 20% ഇൻക്രീസ് ചെയ്താൽ എങ്ങനെയാണെന്നുള്ളത്. ഫസ്റ്റ് വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉള്ളത് നോക്കി നോക്കൂ. വേരിയബിൾ കോസ്റ്റ് 20% ഇൻക്രീസ് ചെയ്യണം അല്ലേ? അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എത്രയാണ് തന്നിട്ടുള്ളത്? 3 lakh പ്ലസ് 20%. 3 lakhൻ്റെ 20% എത്രയാണെന്നുള്ളത് ആദ്യം കണ്ടെത്തുക. എന്നിട്ട് അത് 3 lakhൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 3,60,000 കിട്ടും അല്ലേ? 60,000 ആണ് 3 lakhൻ്റെ 20% 60,000. അപ്പോൾ ടോട്ടൽ 3,60,000. അപ്പോൾ കോൺട്രിബ്യൂഷൻ കാണാം ആദ്യം. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസ് 6 lakh, വേരിയബിൾ കോസ്റ്റ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 3,60,000 മൈനസ് ചെയ്താൽ കോൺട്രിബ്യൂഷൻ എത്ര കിട്ടും? 2,40,000 കിട്ടും. ഇനി അത് വെച്ച് നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാം. എങ്ങനെ? ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. എത്രയാണ്? 1,80,000 ഇൻറ്റു 6 lakh ഡിവൈഡഡ് ബൈ എത്രയാണ് കോൺട്രിബ്യൂഷൻ കിട്ടിയത്? 2,40,000. അപ്പോൾ എത്ര വരും ബ്രേക്ക് ഈവൻ പോയിന്റ്? 4,50,000 ആണ് നമുക്ക് സെക്കൻഡ് കേസിൽ ആൻസർ കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ഫിക്സഡ് കോസ്റ്റ് 20% ഇൻക്രീസ് ചെയ്താൽ എങ്ങനെയാണെന്നുള്ളതാണ്. ഫിക്സഡ് കോസ്റ്റ് 1,80,000 പ്ലസ് 20%. ടോട്ടൽ എത്ര വരും? 2,16,000 ഫിക്സഡ് കോസ്റ്റ് വരും. അപ്പോൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 2,16,000 ഇൻറ്റു 6 lakh ഡിവൈഡഡ് ബൈ 3 lakh. ആൻസർ എത്ര വരും? 4,32,000. ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് The PV ratio of Shobha Limited is 40% and margin of safety is rupees 30%. You are required to work out the break-even point sales and net profit if the sales value is rupees 1,50,000. PV ratio എത്രയുണ്ട്? 40% തന്നിട്ടുണ്ട്. മാർജിൻ ഓഫ് സേഫ്റ്റി 30% തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ നെറ്റ് പ്രോഫിറ്റ് സെയിൽസ് 1,50,000 ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എത്രയെന്നുള്ളതാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. മാർജിൻ ഓഫ് സേഫ്റ്റി കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസ് അല്ലേ? അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് കാണണമെങ്കിൽ ഈക്വൽ ടു സെയിൽസ് മൈനസ് മാർജിൻ ഓഫ് സേഫ്റ്റി ചെയ്താലും നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് കിട്ടും അല്ലേ? ടോട്ടൽ സെയിൽസിൽ നിന്ന് മാർജിൻ ഓഫ് സേഫ്റ്റി മൈനസ് ചെയ്താൽ നമുക്ക് ഏത് കിട്ടും? ബ്രേക്ക് ഈവൻ പോയിന്റ് കിട്ടും അല്ലേ? മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ്. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് ഈക്വൽ ടു സെയിൽസ് മൈനസ് മാർജിൻ ഓഫ് സേഫ്റ്റി. ഇത് കാണുമ്പോൾ നമുക്ക് 1,50,000 ആണ് സെയിൽസ് അല്ലേ? മാർജിൻ ഓഫ് സേഫ്റ്റി 30%. 1,50,000ൻ്റെ 30% മൈനസ് ചെയ്താൽ എത്ര? 30% എത്ര വരും? 45,000 വരും. 45,000 മൈനസ് ചെയ്താൽ 1,05,000 നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് കിട്ടി. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞുള്ളത് പ്രോഫിറ്റ് കണ്ടെത്താനാണ് പറഞ്ഞുള്ളത്. പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ചെയ്താൽ ഇവിടെ കിട്ടില്ല. അതൊന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മാർജിൻ ഓഫ് സേഫ്റ്റി ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഈ ഇക്വേഷൻ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യണമെങ്കിൽ ഇതിൽ നിന്ന് പ്രോഫിറ്റ് കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി നമുക്ക് കിട്ടി. എത്രയാണ്? ഇവിടെ രണ്ട് രീതിയിലും ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്കിത് നോക്കാം. മാർജിൻ ഓഫ് സേഫ്റ്റി ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി എത്രയാണ്? 45,000 അല്ലേ? 30%. 1,50,000ൻ്റെ 30% എന്ന് പറയുന്നത് 45,000. 45,000 ഈക്വൽ ടു പ്രോഫിറ്റ് നമുക്കറിയില്ല ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ 40% ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 18,000 പ്രോഫിറ്റ് കിട്ടും. ഇതാ വേറൊരു രീതിയിലും കൂടി പ്രോഫിറ്റ് കാണാനുള്ളത് കാണിച്ചിട്ടുണ്ട് ഇവിടെ. പ്രോഫിറ്റ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. അതെങ്ങനെയാണ് നോക്കാം. നോക്കി നോക്കൂ, കോൺട്രിബ്യൂഷൻ ആദ്യം കണ്ടെത്തണം. അപ്പോൾ 1,50,000 സെയിൽസ് ആണെങ്കിൽ കോൺട്രിബ്യൂഷൻ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1,50,000 സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ അല്ലേ? 1,50,000 ഇൻറ്റു 40% ചെയ്യുമ്പോൾ നമുക്ക് 60,000 കോൺട്രിബ്യൂഷൻ കിട്ടും. അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് നമ്മൾ കണ്ടെത്തണം. ഫിക്സഡ് കോസ്റ്റ് നമുക്കറിയില്ല. അത് കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഏത് യൂസ് ചെയ്യണം? ബ്രേക്ക് ഈവൻ പോയിന്റ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ കാണും.
അത് വയ്ക്കുമ്പോൾ ബ്രേക്ക് ഇവൻ പോയിന്റ് നമുക്ക് കിട്ടി 1,05,000 നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് അറിയില്ല. PV റേഷ്യോ 40%. ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 42,000 ഫിക്സഡ് കോസ്റ്റ് കിട്ടും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റും കിട്ടി, കോൺട്രിബ്യൂഷനും കിട്ടി അല്ലേ. അതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കണ്ടെത്താം. എങ്ങനെ? കോൺട്രിബ്യൂഷൻ 60,000, ഫിക്സഡ് കോസ്റ്റ് 42,000, മൈനസ് ചെയ്താൽ 18,000. അതിനല്ലേ നേരത്തെയും കിട്ടിയത്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്കത് കണ്ടെത്താം. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ദി ഓപ്പറേറ്റിംഗ് റിസൾട്ട് ഓഫ് എ കമ്പനി ഫോർ ദി 2 years ആർ as follows. 2 ഇയറിൻ്റെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ PV റേഷ്യോ ഇതൊക്കെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. 2015 സെയിൽസ് 2,70,000, പ്രോഫിറ്റ് 6,000. 2016 3,15,000. Assuming that the cost structure and the selling price per unit remain the same, you are required to calculate. കോസ്റ്റും അതുപോലെ സെല്ലിംഗ് പ്രൈസും ഈക്വൽ ആണ് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യണം എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്തൊക്കെയാണ് കണ്ടെത്താൻ പറഞ്ഞത്? PV റേഷ്യോ, ഫിക്സഡ് കോസ്റ്റ്, ബ്രേക്ക് ഈവൻ പോയിന്റ്, വേരിയബിളി കോസ്റ്റ് ഡ്യൂറിങ് ദി 2 periods, മാർജിൻ ഓഫ് സേഫ്റ്റി അറ്റ് എ പ്രോഫിറ്റ് ഓഫ് ₹24,000. അപ്പോൾ എങ്ങനെ അത് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് PV റേഷ്യോ, കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ആണ് സാധാരണ നമ്മൾ ചെയ്യാറില്ല. ഇവിടെ 2 ഇയറിൻ്റെ തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് പറയുക. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഇൻ 2 periods ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻ 2 periods. ചേഞ്ച് ഇൻ പ്രോഫിറ്റ്, രണ്ടും തമ്മിലുള്ള പ്രോഫിറ്റിൻ്റെ ഡിഫറൻസ് എഴുതുക, അതുപോലെ സെയിൽസിൻ്റെ ഡിഫറൻസ് എഴുതുക. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നോക്കിയോ, ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഇൻ 2 periods ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻ 2 periods. അത് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ പ്രോഫിറ്റിലുള്ള ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 9,000 അല്ലേ. 2 ഇയറും തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ 15,000 നിന്ന് 6,000 മൈനസ് ചെയ്താൽ 9,000 കിട്ടും. അതേപോലെ 3 lakhൽ നിന്ന് 2,70,000 മൈനസ് ചെയ്താൽ 30,000 കിട്ടും. ഇൻറ്റു 100 ചെയ്താൽ 30% PV റേഷ്യോ നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞത്? ഫിക്സഡ് കോസ്റ്റ് കണ്ടെത്താനാണ് പറഞ്ഞത്. കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷൻ നമ്മൾ PV റേഷ്യോയിൽ നിന്ന് കണ്ടെത്തണം. ഏതെങ്കിലും ഒരു ഇയറിൻ്റെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. കോൺട്രിബ്യൂഷൻ ഫോർ ദി ഇയർ 2016 എടുത്ത് നമ്മൾ ചെയ്തപ്പോൾ ഇത്രയാണ്. സെയിൽസ് 2,70,000 ആണ് അതിൽ വരുന്നത്. ഇൻറ്റു PV റേഷ്യോ ചെയ്യുമ്പോൾ 81,000 ആണ് കോൺട്രിബ്യൂഷൻ 2016 കോൺട്രിബ്യൂഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് എത്ര കിട്ടും? കോൺട്രിബ്യൂഷൻ 81,000, പ്രോഫിറ്റ് 6,000 നമുക്ക് അവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മൈനസ് ചെയ്യുമ്പോൾ 75,000 ആണ് നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കിട്ടുന്നത്. അല്ലെങ്കിൽ വേറൊരു രീതിയിലും ചെയ്യാം. കോൺട്രിബ്യൂഷൻ ഫോർ ദി ഇയർ എന്ന് പറഞ്ഞാൽ 2016 30,000, നെക്സ്റ്റ് ഇയറിൻ്റെ 30,000 ഇൻറ്റു 30% ചെയ്താൽ 90,000 കിട്ടും. ഫിക്സഡ് കോസ്റ്റ് 90,000 മൈനസ് പ്രോഫിറ്റ് വന്നുള്ളത് 15,000 ആണ്. അതിൽ മൈനസ് ചെയ്യുമ്പോൾ 75,000 ആണ് ഫിക്സഡ് കോസ്റ്റ്. രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് ബ്രേക്ക് ഈവൺ പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 75,000, PV റേഷ്യോ 30% ഡിവൈഡഡ് ബൈ PV റേഷ്യോ ചെയ്യുമ്പോൾ 2,50,000 ബ്രേക്ക് ഈവൺ പോയിന്റ് കിട്ടും. ഇനി വേരിയബിൾ കോസ്റ്റ് കാണണമെങ്കിൽ സെയിൽസ് മൈനസ് കോൺട്രിബ്യൂഷൻ രണ്ടിൻ്റെയും 2015-ൻ്റെയും 16-ൻ്റെയും ചെയ്യണം. സെയിൽസ് 2,70,000 ആണ് 15-ൽ, അതായത് കോൺട്രിബ്യൂഷൻ 81,000 നമ്മൾ കണ്ടെത്തി. 1,89,000. 16-ൽ ചെയ്ത് നെക്സ്റ്റ് വേരിയബിൾ കോസ്റ്റ് 3 lakhൽ നിന്ന് 90,000 മൈനസ് ചെയ്യുമ്പോൾ 2,10,000 വേരിയബിൾ കോസ്റ്റ് കിട്ടി. അപ്പോൾ അതും കഴിഞ്ഞു. നെക്സ്റ്റ് മാർജിൻ ഓഫ് സേഫ്റ്റി അറ്റ് എ പ്രോഫിറ്റ് ഓഫ് ₹24,000 പ്രോഫിറ്റ് ആണെങ്കിൽ മാർജിൻ ഓഫ് സേഫ്റ്റി എത്രയെന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി ഈക്വൽ ടു കാണാനുള്ള ഇക്വേഷൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ അല്ലേ. അതപ്പോൾ നമുക്ക് എങ്ങനെ കാണാം? പ്രോഫിറ്റ് ഈക്വൽ ടു 24,000 ആണ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുള്ളത്. PV റേഷ്യോ 30% ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് 80,000 കിട്ടും. അല്ലെങ്കിൽ വേറൊരു ഇക്വേഷനും കൂടി അതിന് കൊടുത്തിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ സെയിൽസ് ആണ് കാണാൻ പറഞ്ഞത്. സെയിൽസ് റിക്വയർഡ് ടു ഏൺ പ്രോഫിറ്റ് ഓഫ് ₹24,000. 24,000 പ്രോഫിറ്റ് ഏൺ ചെയ്യുകയാണെങ്കിൽ സെയിൽസ് എത്രയെന്നുള്ളത് കണ്ടെത്താനുള്ള ഇക്വേഷനാണ് ഫിക്സഡ് കോസ്റ്റ്
പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. എത്രയാണ്? 75,000 പ്ലസ് 24,000 ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ചെയ്യുമ്പോൾ 3,30,000 കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഏത് കണ്ടെത്താം? ഈ മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടെത്താം. അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം. മാർജിൻ ഓഫ് സേഫ്റ്റി ഈക്വൽ ടു ടോട്ടൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് വെച്ചിട്ടുള്ള ഇക്വേഷനിലും ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സെയിൽസ് എത്രയെന്നുള്ളത് കണ്ടെത്തിയത്. അപ്പോൾ ടോട്ടൽ സെയിൽസ് നമുക്ക് 3,30,000 കിട്ടി. ബ്രേക്ക് ഈവൻ സെയിൽസ് മുന്നേ തന്നിട്ടുണ്ട്. നമുക്ക് എത്രയാണ്? 2,50,000 എന്ന് നമുക്കറിയാം. അത് മൈനസ് ചെയ്യുമ്പോൾ 80,000 ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടിയത്. രണ്ടും ഈക്വലായിട്ട് വന്നില്ലേ? അപ്പോൾ ഈ രണ്ട് രീതിയിലും ചെയ്യാം. നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നെ വിളിച്ചിട്ട് ചോദിക്കട്ടെ. ഞാൻ ഒന്ന് സ്പീഡിൽ പോയിട്ടുണ്ട് ഇത്. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി നോക്കി നോക്കൂ. യു ആർ ഗിവൺ ദി ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദി പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് ഓഫ് എക്സ് ലിമിറ്റഡ് ഫോർ ദി ഇയർ 2015 ആൻഡ് 2016. 2015-ലെയും 16-ലെയും സെയിൽസ്, പ്രോഫിറ്റ്, ലോസും തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞുള്ളത്? ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസ്, പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ ₹1,20,000, ലോസ് വെൻ ദി സെയിൽസ് ഓഫ് ഗോ ഡൗൺ ടു ദി ലെവൽ ഓഫ് 60,000, സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹10,000, മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ 2016. ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നോക്കി നോക്കൂ. പി വി റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ 2 ഇയറിൻ്റെ തന്നിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് അല്ലേ? അപ്പോൾ എത്രയാണ്? 10,800 ഡിവൈഡഡ് ബൈ 54,000 ഇൻറ്റു 100, 20% നമുക്ക് പി വി റേഷ്യോ കിട്ടി. ബ്രേക്ക് ഈവൻ സെയിൽസ് കാണാനുള്ള ഇക്വേഷൻ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് എത്രയെന്ന് കണ്ടെത്തണമെങ്കിൽ കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ് അല്ലേ? തന്നിട്ടുള്ള അതേപോലെ തന്നെയാണ് ചെയ്യാനുള്ളത്. ഞാൻ ഒന്ന് സ്പീഡിൽ പോയിട്ടുണ്ട്. നിങ്ങളോട് ക്വസ്റ്റ്യൻ തരുന്നതിനേക്കാളും നല്ലത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ. കോൺട്രിബ്യൂഷൻ അറ്റ് എ സെയിൽസ് ഓഫ് ₹1,30,000 ഈക്വൽ ടു 1,30,000 സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ അല്ലേ? പി വി റേഷ്യോ ഈക്വൽ ടു 26,000 നമുക്ക് എന്ത് കിട്ടി? കോൺട്രിബ്യൂഷൻ കിട്ടി. ഇനി ഫിക്സഡ് കോസ്റ്റ് അതിൽ നിന്ന് കണ്ടെത്തണമെങ്കിൽ കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ് 26,000. പ്രോഫിറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 6,000 മൈനസ് ചെയ്യുമ്പോൾ 20,000 ആണ് നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കിട്ടിയത്. ഇനി അതിൽ നിന്നും ബ്രേക്ക് ഈവൻ പോയിന്റ് കാണുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് 20,000 ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ചെയ്യുമ്പോൾ 1,00,000 ബ്രേക്ക് ഈവൻ പോയിന്റ് കിട്ടി. നെക്സ്റ്റ് എന്താ? പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ ₹1,20,000. 1,20,000 സെയിൽസ് ആകുമ്പോൾ പ്രോഫിറ്റ് എത്രയാണെന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. കോൺട്രിബ്യൂഷൻ അറ്റ് സെയിൽസ് ₹1,20,000. 1,20,000 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 100, 20% അല്ലേ? 24,000 നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടി. 1,20,000 സെയിൽസ് ആവുമ്പോൾ കോൺട്രിബ്യൂഷൻ 24,000. ഇനി അതിൽ നിന്ന് പ്രോഫിറ്റ് കണ്ടെത്തുമ്പോൾ കോൺട്രിബ്യൂഷൻ 24,000, ഫിക്സഡ് കോസ്റ്റ് 20,000 മൈനസ് ചെയ്യുമ്പോൾ 4,000 പ്രോഫിറ്റ് കിട്ടി. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള ലോസ് വെൻ ദി സെയിൽസ് ഗോ ഡൗൺ ടു ദി ലെവൽ ഓഫ് ₹60,000. 60,000 ആയിട്ട് കുറയുമ്പോൾ ലോസ് എത്രയാണ് വരുന്നതെന്ന്. സെയിൽസ് 60,000 ആയിട്ട് കുറയുമ്പോൾ എത്രയാണ് ലോസ് വരിക എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ലോസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് മൈനസ് കോൺട്രിബ്യൂഷൻ എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടെത്തണമെങ്കിൽ 60,000 ഇൻറ്റു പി വി റേഷ്യോ എത്ര കിട്ടുക? 12,000 കിട്ടും അല്ലേ? അപ്പോൾ ലോസ് ഈക്വൽ ടു 20,000 മൈനസ് 12,000, 8,000 ആണ് ലോസ് വരുന്നത്. ഓക്കെ. അടുത്തത് സെയിൽസ് റിക്വയർഡ് ടു ഏൺ പ്രോഫിറ്റ് ഓഫ് ₹10,000. പ്രോഫിറ്റ് 10,000 ആണെങ്കിൽ സെയിൽസ് എത്രയെന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അത് കാണാനുള്ള ഇക്വേഷൻ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ഈക്വൽ ടു എത്ര കിട്ടും? 1,50,000 നമുക്ക് സെയിൽസ് കിട്ടും. അടുത്തത് മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ 2016. സെയിൽസ് ഇൻ 2016 മൈനസ് ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസ് എത്രയാണെന്ന് വെച്ചാൽ അത് മൈനസ് ചെയ്യുക. അപ്പോൾ 2016 സെയിൽസ് 1,30,000, ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസ് നമുക്ക് കിട്ടിയത് 1,00,000 മൈനസ് ചെയ്യുമ്പോൾ 30,000 നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടി. ഓക്കെ.
താങ്ക് യു.